രാഷ്ട്രീയ വിഷയമാക്കും. സ്വാഭാവികമായും നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെയുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഡേറ്റ ചോർച്ചയടക്കം ആരോഗ്യവകുപ്പിനെതിരെയാണെങ്കിൽ അതിഗുരുതരമായ ആരോപണങ്ങളും മറ്റുമാണ്. ഇതിനിടയിലാണ് വീണ് കിട്ടിയ അവസരം പോലെ ഇടതുമുന്നണി ഇത് പ്രയോജനപ്പെടുത്തുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയായിരുന്നു. അതായത് പല സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിൽ ആശുപത്രികളിലെ ചികിത്സാ പിഴവടക്കം വയറിൽ രോഗിയുടെ വയറ്റിൽ കത്രിക ശസ്ത്രക്രിയ ഉപകരണം മറന്നുവച്ചതടക്കമുള്ള വിഷയങ്ങൾ വന്നതോടുകൂടി ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ വസതിയിൽ റീത്തുവച്ച സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ CPM അതിൽ അസ്വസ്ഥരായിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം മന്ത്രിക്കെതിരെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ കണ്ണൂരിലുണ്ടാകുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ അത് മന്ത്രിക്ക് അടുത്തുവരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. അവിടെ കയ്യേറ്റമുണ്ടായി എന്നാണ് CPMന്റെ ആരോപണം. മന്ത്രിക്ക് ആ സംഘർഷത്തിനിടെ പരിക്കുപറ്റി എന്നാണ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടക്കം പറഞ്ഞത്. വലിയൊരു രാഷ്ട്രീയ വിഷയമായി CPM ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഒരു വനിതാ മന്ത്രിയാണ്. പ്രതിഷേധക്കാർ മന്ത്രിക്കടുത്ത് പലപ്പോഴും ഇങ്ങനെ എത്തുമ്പോൾ വനിതാ പ്രവർത്തകരല്ല എത്തുന്നത്. മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് മാത്രമല്ല, കയ്യേറ്റം ചെയ്തു എന്ന് തന്നെയാണ് CPMന്റെ ആരോപണം. അതിനെ ശരിവെക്കുന്ന തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് കൂടി വസ്തുതയാണ്. കാരണം മന്ത്രിക്കടുത്ത് ഈ പ്രവർത്തകർ എത്തുന്നു, പക്ഷേ മന്ത്രിയുടെ ശരീരത്തിലോ തൊടുന്നതോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊന്നും ഇതുവരെ ദൃശ്യങ്ങളിലൂടെ തെളിയിക്കാൻ സർക്കാരിനോ CPMനോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ CPM ഇപ്പോഴും ആക്രമണം നടന്നു എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ പേരിലാണ് കടുത്ത രാഷ്ട്രീയ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. അതൊരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പോൾ മാറുന്നു എന്നതും വസ്തുതയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ KPC ആസ്ഥാനത്തടക്കം വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. KPC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ SFI തീരുമാനിച്ചു. CPM നേതൃത്വം ഇടപെട്ട് അതിനനുമതി നിഷേധിച്ചു. അതിനുശേഷം കന്റോൺമെന്റ് ഹൌസിലേക്ക്, പ്രതിപക്ഷത്തിന്റെ ഔദ്യോഗിക ഹൌസിലേക്ക് മാർച്ച് നടത്താൻ DYFIയുടെ ആഹ്വാനമുണ്ടായി. അതും CPM തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം സമരങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊരു നിലപാട് CPM സ്വീകരിക്കുമ്പോൾ മറ്റു പല ഭാഗങ്ങൾ, സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ പദയാത്രയ്ക്ക് സ്വീകരണം നൽകാനുള്ള ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. അതിന് പ്രതികാരമായി കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിന്റെ വലിയ പരസ്യങ്ങൾ എല്ലാ KSRTC ബസ്സുകളിലുമുണ്ട്. ബസ്സുകൾ തടഞ്ഞു നിർത്തി അതിൽ കരിയോയിൽ സ്പ്രേ ചെയ്ത മുഖ്യമന്ത്രിയുടെ മുഖത്ത് കരിയോയിൽ സ്പ്രേ ചെയ്തുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ CPMന്റെ ഫ്ലക്സ് ബോർഡ് അടിച്ചു തകർക്കുന്ന സംഭവങ്ങളും ഒക്കെ പലയിടത്തും ഉണ്ടായ ഒരു ക്രമസമാധാന തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്കാണ് ഈ വിഷയങ്ങൾ മാറുന്നത്. പാർട്ടി ഓഫീസുകൾക്കെതിരെ ആക്രമണം പാടില്ല എന്ന് ഇരു പാർട്ടികളും പലപ്പോഴും ഒരു ധാരണ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതും ലംഘിക്കപ്പെടുന്നു. വീണ ജോർജിനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന ഒരു വിമർശനം നേരത്തെ തന്നെ CPM ഇടതുമുന്നണി കേന്ദ്രങ്ങൾ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവർക്കെതിരെ ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും വാർത്താക്കുറിപ്പുകളിലൂടെയും വാർത്താ സമ്മേളനങ്ങളിലൂടെയും ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ഘടകകക്ഷികളും അതേ നിലപാട് സ്വീകരിച്ചു. CPI അടക്കമുള്ള ഘടകകക്ഷി അങ്ങനെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇതിപ്പോൾ നിൽക്കുകയാണ്. ഇതിന്റെ വസ്തുത ഇനിയും പുറത്തുവരേണ്ടിയിരിക്കുന്നു. മന്ത്രിയുടെ ശരീരത്തിൽ ഈ പ്രതിഷേധക്കാർ സ്പർശിച്ചിട്ടുണ്ടോ, അവിടെ അവരെ കഴുത്ത് FIR പറയുന്നത് പോലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ശരി, VB അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.